ചാണ്ടി ഉമ്മൻ അസ്വസ്ഥനാണ്. കോൺഗ്രസ് ആകെ ഒരു പ്രശ്നത്തിലേക്കാണോ പോകുന്നത്? കോൺഗ്രസ് പ്രശ്നത്തിലേക്ക് പോവുക എന്ന് പറഞ്ഞാൽ മനു, കോൺഗ്രസ് എല്ലാ കാലത്തും കോൺഗ്രസിനുള്ളിൽ പ്രശ്നങ്ങളുണ്ടാവും, നേതാക്കൾ തമ്മിലുള്ള പ്രശ്നങ്ങളുണ്ടാവും, അതേപോലെ ഗ്രൂപ്പിൻ്റെ പ്രശ്നങ്ങളുണ്ടാവും, തമ്മിൽ വലിച്ച് താഴെയിടാനുള്ള ശ്രമം ഉണ്ടാവും. ഇതെല്ലാം എല്ലാ കാലത്തും കോൺഗ്രസ്സിലുണ്ടാവും, ഇനിയും ഉണ്ടായിരിക്കും, അതിങ്ങനെ തുടർന്നുകൊണ്ടേയിരിക്കും. അത് കാരണം അതാണ് കോൺഗ്രസ്. കാരണം കൃത്യമായ ഇപ്പോൾ CPM-നെയോ അല്ലെങ്കിൽ BJP-യോ ഏറെക്കുറെ BJP ഒക്കെ നോക്കുന്ന പോലെ വലിയൊരു സംഘടനാ സംവിധാനത്തിൻ്റെ പേരിൽ മുന്നോട്ട് പോകുന്നൊരു പാർട്ടിയല്ല. കേഡർ സെറ്റപ്പ് മാത്രമല്ല, അങ്ങനെ ഒരു സംഘടനാ സംവിധാനമേ ഇല്ലയോ കേരളത്തിലെ കോൺഗ്രസിനകത്ത്. ഇവരിങ്ങനെ പ്രവർത്തിക്കുന്നു, ഇവർക്ക് വോട്ട് ജനങ്ങൾ വോട്ടിടുന്നു, ഇവർ ജയിക്കുന്നു. അല്ലാതെ ഇവരുടെ ജനാധിപത്യമായോ തെരഞ്ഞെടുപ്പ് പ്രവർത്തനമോ കൊണ്ടൊന്നും അല്ല ഇവർ ജയിക്കുന്നത് എന്നുള്ളതാണ് കാര്യം. പിന്നെ ഇപ്പോൾ ചാണ്ടി ഉമ്മൻ്റെ പ്രശ്നം എന്താണ്? ചാണ്ടി ഉമ്മന് കുറച്ച് നാൾ മുമ്പാണ്, അതായത് ഉമ്മൻചാണ്ടിയുടെ ഒരു ഓർമ്മ ദിവസത്തിൻ്റെ അന്നാണ് നാഷണൽ ഔട്ട്റീച്ച് സെല്ലിൻ്റെ ചെയർമാൻ സ്ഥാനത്ത് നിന്ന് ചാണ്ടി ഉമ്മനെ നീക്കി. അന്ന് തന്നെ ചാണ്ടി ഉമ്മൻ കടുത്ത അസ്വസ്ഥനായിരുന്നു. കാരണം ചാണ്ടി ഉമ്മനോട് ഇതിനെപ്പറ്റി സംസാരിച്ചിട്ടില്ല, രാജിവെക്കണമെന്ന് ആവശ്യപ്പെട്ടില്ല, അല്ലെങ്കിൽ പുറത്താക്കണമെന്ന് പോലും പറഞ്ഞിട്ടില്ല. ഇതൊന്നും അറിയിച്ചില്ല എന്നാണ് ചാണ്ടി ഉമ്മൻ അന്ന് തന്നെ ഇത് പറയുന്നുണ്ട്. എന്നെ ഇത് അറിയിക്കാമായിരുന്നു, അതൊരു അപമാനിക്കൽ പോലെ ആയിരുന്നു എന്ന്. അത് ചാണ്ടി ഉമ്മൻ ഒന്നുകൂടി വളരെ വ്യക്തമായി ഇപ്പോൾ പറഞ്ഞു എന്നുള്ളതേ ഉള്ളൂ. കാരണം ഈ അബിൻ വർക്കിയുടെ വിഷയവും മറ്റും ബന്ധപ്പെട്ടാണ് ഈ ഒരു ചർച്ചകൾ വരുന്നതും. ഇത് ചോദിക്കുമ്പോൾ അത് കൃത്യമായ ഒരു സ്പേസ് ആണെന്ന് മനസ്സിലാക്കി ചാണ്ടി ഉമ്മൻ അതവിടെ പ്ലേസ് ചെയ്തു. അതാണ് ഇന്ന് നടന്നത്. ഇന്ന് വളരെ വ്യക്തമായിട്ട് ചാണ്ടി ഉമ്മൻ പറഞ്ഞിട്ടുണ്ട്, എന്നോടൊന്ന് പറഞ്ഞിരുന്നെങ്കിൽ ഞാനിത് രാജിവെച്ചൊഴിയുമായിരുന്നു. എന്തിന് പുറത്താക്കണമെന്ന് പോലും പറയാതെ അച്ഛൻ്റെ ഓർമ്മ ദിവസം കോൺഗ്രസ്സുകാർ എനിക്ക് മനോവിഷമം ഉണ്ടാക്കിയെന്നാണ് ചാണ്ടി ഉമ്മൻ പറഞ്ഞത്. എന്നിട്ട് ചാണ്ടി ഉമ്മൻ പറഞ്ഞു നിർത്തിയ ഒരു കാര്യം കൂടെയുണ്ട്. ഇപ്പോൾ ഇത്രേ പറയുന്നുള്ളൂ, എന്തിനാണ് എന്നെ മാറ്റിയതെന്ന് എല്ലാവർക്കും അറിയാം, അത് തിരഞ്ഞെടുപ്പ് കഴിഞ്ഞിട്ട് പറയാമെന്ന്. അപ്പോൾ എന്താണ്, ഇനി തിരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ ഇതൊക്കെ തന്നെയായിരിക്കും നടക്കുന്നത്. തിരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ വീണ്ടും ഇത് തന്നെ പറയും, എന്നെ അന്ന് ഇങ്ങനെ അപമാനിച്ചു, അപമാനിച്ചു. ഇത് തന്നെയാണ് കാലാകാലങ്ങളിൽ എല്ലാ കാലത്തും കോൺഗ്രസ്സിൽ നടക്കുന്നത്. ഇനി അത് തന്നെ തുടരുന്ന അവസ്ഥ തന്നെ ഉണ്ടാവും എന്നാണ് നമുക്ക് കരുതാം. കോൺഗ്രസ്സിൽ ഗ്രൂപ്പ് ഇല്ല എന്നാണ് പറയുന്നത്. ഈ അടുത്തായിട്ട് ആ വാദത്തിന് ശക്തി വരുന്നുണ്ട്. അപ്പോൾ ഈ ചാണ്ടി ഉമ്മന്റെ ഈ ഒരു നിലപാടും ഇപ്പോൾ കേരളത്തിലെ ഗ്രൂപ്പ് രാഷ്ട്രീയവും തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ? കേരളത്തിലെ കോൺഗ്രസ്സിൽ ഗ്രൂപ്പില്ല എന്ന് പറയുന്നത് വെറും പറച്ചിൽ മാത്രമാണ്. കേരളത്തിലെ കോൺഗ്രസ്സിൽ എപ്പോഴും ഗ്രൂപ്പുണ്ട്. ഏത് കാലത്താണ് ഗ്രൂപ്പില്ലാത്തത്? A ഗ്രൂപ്പും I ഗ്രൂപ്പും എന്ന് പറഞ്ഞാൽ പ്രബലമായ ഗ്രൂപ്പുകളും അതിൻ്റെ കീഴിലേക്ക് താഴേക്ക് വരുന്ന ഒരു പ്രധാന നേതാവും താഴേക്ക് വരുന്ന രീതിയിൽ തന്നെയാണ് കോൺഗ്രസ്സിൽ എല്ലാ കാലത്തും പ്രവർത്തിക്കുന്നത്. ഇപ്പോൾ ഇവിടെ എങ്ങനെയാണ് മാറ്റിയത്? VD സതീശൻ പ്രതിപക്ഷ നേതാവായി, അതേപോലെ K സുധാകരൻ KPCC പ്രസിഡൻ്റായി. അപ്പോൾ മുതലാണ് ഇവിടെ ഗ്രൂപ്പില്ല എന്ന് ഉള്ള വർത്തമാനം തുടങ്ങിയത്. കൂടാതെ AICC ജനറൽ സെക്രട്ടറിയായി സർവശക്തനായിട്ട് KC വേണുഗോപാലും വന്നപ്പോഴാണ് ഈ ഗ്രൂപ്പിൻ്റെ സമവാക്യങ്ങളില്ല, ഗ്രൂപ്പില്ല എന്നുള്ളൊരു സംസാരം തുടങ്ങിയത്. കാരണം ഇവരാരും തന്നെ I ഗ്രൂപ്പിൻ്റെ ഭാഗമായിരുന്നു. KC വേണുഗോപാലും K സുധാകരനും ഒക്കെ I ഗ്രൂപ്പിൻ്റെ ഭാഗമായിരുന്നെങ്കിലും പിന്നീട് അവരുടെ കേന്ദ്രങ്ങളിലെത്തിയപ്പോൾ അവരുടെ സ്വന്തം ഗ്രൂപ്പ് അല്ലെങ്കിൽ സ്വന്തമായി ഒരു നിലപാടുണ്ടാക്കാൻ ശ്രമിച്ചപ്പോഴാണ് ഈ ഗ്രൂപ്പില്ല എന്നുള്ളൊരിത് വന്നത്. അല്ലാതെ ഗ്രൂപ്പൊക്കെ കേരളത്തിൽ എല്ലാ കാലത്തും ഉണ്ട്. അവർ ഇപ്പോഴും സജീവമായിട്ട് പ്രവർത്തിക്കുന്നുണ്ട്. ഈ ഗ്രൂപ്പില്ല എന്ന് പറയുന്നവർ ഒരു സംഘടനയുടെ പുനഃസംഘടന വരുമ്പോഴോ അല്ലെങ്കിൽ ഒരു സ്ഥാനാർത്ഥി നിർണ്ണയം വരുമ്പോഴോ ഈ വർത്തമാനം പറയുമോ ഗ്രൂപ്പില്ലാന്ന്? അന്നേരം കൃത്യമായി പറയും, ഇത് A ഗ്രൂപ്പിൻ്റെ കയ്യിലിരുന്നതാണ്, ഇത് A ഗ്രൂപ്പിൻ്റെ സീറ്റാണ്, ഇത് A ഗ്രൂപ്പിൻ്റെ സെക്രട്ടറിയാണ്, ഇത് A ഗ്രൂപ്പിൻ്റെ ജനറൽ സെക്രട്ടറിയാണ്. ഇപ്പോൾ തന്നെ യൂത്ത് കോൺഗ്രസിന് പുതിയ അധ്യക്ഷൻ വന്നപ്പോൾ A ഗ്രൂപ്പിൻ്റെ കയ്യിൽ നിന്ന് പോയി എന്നല്ലേ പറയുന്നത്. അപ്പോൾ എല്ലാ കാലത്തും ഗ്രൂപ്പുണ്ട്. ഈ ഗ്രൂപ്പുകൾ ചിലപ്പോൾ സജീവമല്ലാത്ത അവസ്ഥ വരാം. അതാണിപ്പം കേരളത്തിൽ നിൽക്കുന്നത്. ഗ്രൂപ്പുകളുടെ മാനേജർമാരായിരിക്കുന്നവർക്ക് ശക്തിയില്ല, അല്ലെങ്കിൽ അവർക്ക് ആ ഒരു പ്രസക്തി ഇല്ലാത്തത് കൊണ്ട് അവർ മിണ്ടാതിരിക്കുന്നു. ഇപ്പോൾ രമേശ് ചെന്നിത്തലയാണെങ്കിലും ഇപ്പോൾ I ഗ്രൂപ്പിൽ ഇപ്പോൾ പ്രധാനമായിട്ട് രമേശ് ചെന്നിത്തല നിൽക്കുന്നു. രമേശ് ചെന്നിത്തലയൊക്കെ അധികാരത്തിൻ്റെ ഒരു സ്ഥാനമില്ലാത്തത് കൊണ്ട് മാത്രം സജീവമല്ല, സൈലൻ്റായി നിൽക്കുന്നു എന്നുള്ളതേ ഉള്ളൂ. കൃത്യമായി പ്ലേസ് ചെയ്യേണ്ട സമയത്ത് രമേശ് ചെന്നിത്തലയും പുള്ളിയുടെ ഭാഗവും ഗ്രൂപ്പിൻ്റെ കാര്യവും പ്ലേസ് ചെയ്യും. അതുപോലെ തന്നെ A ഗ്രൂപ്പിലിപ്പം സജീവമായ നിൽക്കുന്ന 2 KPCC വൈസ് പ്രസിഡന്റുമാരുണ്ട്. 2 പേര്, ഷാഫി പറമ്പിലും അതുപോലെ തന്നെ PC വിഷ്ണുനാഥ്, 2 പേരും A ഗ്രൂപ്പിൻ്റെ ഭാഗമാണ്. അവരിപ്പോൾ കോൺഗ്രസ്സുകാർ തന്നെ പറയുന്നത് അവരൊരു സെപ്പറേറ്റ് ആയിട്ട് അവർ A ഗ്രൂപ്പിൽ നിന്ന് മാറി അവരുടേതായ ഒരു ഗ്രൂപ്പ് ഉണ്ടാക്കാനുള്ള ശ്രമം എന്ന് പറയുന്നു. അപ്പോൾ സ്വാഭാവികമായിട്ട് ചാണ്ടി ഉമ്മൻ ഇന്ന് ഈ രീതിയിൽ പ്രതികരിച്ച് മുന്നിലേക്ക് വരുമ്പോൾ ചാണ്ടി ഉമ്മനെ മുന്നിൽ നിർത്തി ഒരു A ഗ്രൂപ്പിൻ്റെ പുനരുജ്ജീവനം സാധ്യമാകുന്നതിനെക്കുറിച്ചുള്ള ചിന്തകൾ അല്ലെങ്കിൽ അതിനെക്കുറിച്ചുള്ള ചർച്ചകൾ തുടങ്ങിയെന്ന് നമുക്ക് ന്യായമായി സംശയിക്കാം. കാരണം ഉമ്മൻചാണ്ടിയുമായി അത്രമേൽ അടുത്ത് നിന്ന ബെന്നി ബെഹനാൻ, KC ജോസഫ്, അങ്ങനെയുള്ള കുറേ നേതാക്കളുണ്ട്. അപ്പോൾ അവരൊക്കെ കൂടി ചാണ്ടി ഉമ്മനെ മുന്നിൽ നിർത്തി ഒരു A ഗ്രൂപ്പിൻ്റെ പുനരുജ്ജീവിപ്പിച്ച് അവരുടെ സ്ഥാനങ്ങൾ ഉറപ്പിക്കുക, അവർക്ക് വേണ്ടപ്പെട്ടവർക്ക് സ്ഥാനങ്ങൾ ഉറപ്പിക്കുക എന്നുള്ള ചർച്ചകളിലേക്ക് വരുന്നു എന്ന് നമുക്ക് സംശയിക്കാം. ഇലക്ഷൻ വരാൻ പോകണം. അപ്പോൾ ഈ ഒരു സമയത്ത് ഭരണപക്ഷത്തെ ആക്രമിക്കാതെ തമ്മിൽ തല്ലുന്നൊരു നിലയിലേക്ക് കോൺഗ്രസ് വരികയാണ്. അപ്പോൾ ഇത് ഏത് തരത്തിലായിരിക്കും കോൺഗ്രസിന് മുമ്പോട്ട് കൊണ്ടുപോകുമ്പോഴത്തേക്ക് നേതൃത്വം
നേതൃത്വത്തിന്റെ ഭാഗത്ത് നിന്ന് നടപടികളോ എങ്ങനെയായിരിക്കും ഇത് കോൺഗ്രസ് ഡീൽ ചെയ്യുക? അല്ല, കേരളത്തിൽ കോൺഗ്രസ് പലപ്പോഴും ഇത് അധികാരത്തിൽ വന്നപ്പോഴൊന്നും സംഘടനാ പ്രവർത്തനവും തെരഞ്ഞെടുപ്പ് പ്രവർത്തനവും വളരെ ശക്തമായതുകൊണ്ടൊന്നുമല്ല, അപ്പുറത്ത് നിൽക്കുന്ന സർക്കാരിനോടുള്ള ജനവിരുദ്ധ വികാരം അതിൻ്റെ ഒരു ഇതിലാണ് പലപ്പോഴും അധികാരം കിട്ടിയിരുന്നത്. അത് തന്നെയാണ് ചരിത്രത്തിൽ എപ്പോഴും നോക്കിയാലും നോക്കാം. അതിൽ കഴിഞ്ഞ തവണ ഇത് പ്രതീക്ഷിച്ചിരുന്നപ്പോഴാണ് കോവിഡും അതുപോലെ തന്നെ കിറ്റും അങ്ങനെയുള്ള ഒരുപാട് വിഷയങ്ങൾ വന്നപ്പോൾ ആ ഒരു ഭരണവിരുദ്ധ വികാരം ഇല്ലായിരുന്നു. കോൺഗ്രസ് വീണ്ടും 5 വർഷം കൂടെ പ്രതിപക്ഷത്തിരിക്കുന്ന അവസ്ഥയുണ്ടായി. ഈ അവസ്ഥ അല്ലെങ്കിൽ വീണ്ടും പ്രതിപക്ഷത്തിരിക്കേണ്ടെങ്കിൽ കോൺഗ്രസ് അതിൻ്റെ സംഘടനാ സംവിധാനത്തെ ശക്തിപ്പെടുത്തണം. ഇപ്പോൾ ഒരു പുതിയ KPCC പ്രസിഡൻ്റായിട്ട് സണ്ണി ജോസഫ് വന്നു. അന്നേരം മുതൽ പറയുന്നതാണ് സംഘടനയുടെ പുനഃസംഘടന എന്ന് പറയുന്ന വാക്ക്. ഇവിടെ നിന്ന് ലിസ്റ്റ് എഴുതി ഡൽഹിക്ക് പോയി, ഡൽഹിയിൽ നിന്ന് ഇപ്പോൾ പ്രഖ്യാപിക്കും, ഉടൻ പ്രഖ്യാപിക്കും എന്ന് പറഞ്ഞു. DCC പ്രസിഡന്റുമാരെ മാറ്റുന്നു, 7 DCC പ്രസിഡന്റ് മാറ്റി 7 പേരെ നിലനിർത്തും എന്നെല്ലാം പറഞ്ഞു. ഇതൊന്നും നടന്നില്ല. അതിനത്രയും സംഘടന നിശ്ചലമായ അവസ്ഥയിലാണ്. കാരണം പുതിയ ജനറൽ സെക്രട്ടറിമാർ വന്ന് അവർ സംഘടനയെ മുന്നോട്ട് കൊണ്ടുപോകണം, സെക്രട്ടറിമാർ വരണം. ഇതിപ്പോഴും എങ്ങനെയാണ് KPCC ഓഫീസിലും പോലും വരാത്ത ജനറൽ സെക്രട്ടറിമാരും ഒക്കെയാണ് ഭാരവാഹികളായിട്ടിരിക്കുന്നത്. ഇതെല്ലാം ഗ്രൂപ്പിൻ്റെ ഒരു ആനുകൂല്യത്തിലും അവരുടെ നോമിനികളായിട്ടും വന്നവരാണ്. ഇവരെ വെച്ചിട്ടാണ് ഈ സംഘടന മുന്നോട്ട് പോകുന്നത്. ഇനി ഈ തെരഞ്ഞെടുപ്പിൻ്റെ വളരെ അടുത്ത് തന്നെയാണ് പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് കിടക്കുന്നത്. അത് കഴിഞ്ഞാൽ ഉടനെ നിയമസഭാ തെരഞ്ഞെടുപ്പ് വരും. ഈ 2 തെരഞ്ഞെടുപ്പും മുന്നോട്ട് കൊണ്ടുപോകണമെങ്കിൽ ഒരു സംഘടന ആദ്യം കോൺഗ്രസ് ഉണ്ടാക്കണം, ഈ ഒരു സംഘടനാ സംവിധാനം ഉണ്ടാക്കണം. ഇതിനി എത്ര കാലം എടുക്കുമെന്നോ, അല്ലെങ്കിൽ ഒരു പുനഃസംഘടന നിന്ന് കുറച്ച് ആൾക്കാർ വന്ന് കുറച്ച് പുതിയ DCC പ്രസിഡന്റുമാർ വരികയാണെങ്കിൽ അവർക്ക് ഒരു ജില്ലയിലെ എല്ലാ പ്രവർത്തനങ്ങളും ഏകോപിപ്പിക്കാനുള്ള ഒരു സമയമെങ്കിലും കൊടുക്കണ്ടേ. ഇപ്പോൾ ഇനി എത്രയുണ്ട്, ഡിസംബറോടുകൂടി തന്നെ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പാവും, അടുത്ത ഏപ്രിൽ മെയ്യോടുകൂടി നിയമസഭാ തെരഞ്ഞെടുപ്പാവും. ഈ കുറഞ്ഞ സമയത്തും എങ്ങനെ സംഘടനാ സംവിധാനത്തെ ശക്തിപ്പെടുത്തണം എന്നുള്ളതിന് പകരം എനിക്കെന്ത് കിട്ടും, എൻ്റെ കൂടെ നിൽക്കുന്നവർക്ക് എന്ത് കിട്ടുമെന്ന് ചിന്തിച്ചുകൊണ്ടിരുന്നാൽ ഒരു 5 വർഷം കൂടെ വീണ്ടും പ്രതിപക്ഷത്തിരിക്കാൻ പറ്റുന്ന ഒരവസ്ഥയിലേക്ക് വരും. അങ്ങനെ ഇരുന്നാൽ കോൺഗ്രസ് എത്രത്തോളം ദുർബലമാവും എന്നുള്ളത് അവർ തന്നെ ചിന്തിക്കേണ്ട കാര്യമാണ്.